ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേഡീസിന്റെ ഒരു ഇഷ്യൂ ആണ്. മില്യൺസ് ഓഫ് വുമൺ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് പ്രോപ്പർലി മനസ്സിലാവുള്ളൂ. സോ ആ ഒരു ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. പല സ്ത്രീകളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടീസിലേക്ക് കടക്കുമ്പോൾ സഡൻലി എല്ലാം ഒരു സഡൻ ചേഞ്ച് വരുന്ന പോലെ കാണാൻ പറ്റും. അവരുടെ ഉറക്കം മോശമാവും, അതുപോലെ മെമ്മറി ഫോക്കി ആയിട്ട് തോന്നും, അബ്ഡോമന് ചുറ്റും ഫാറ്റ് അടിഞ്ഞു കൂടാൻ തുടങ്ങും, അല്ലെ, ബെല്ലി ഫാറ്റ് വരും, അതുപോലെ മൂഡ് ചേഞ്ചസ് കൂടുതൽ ഫ്രീക്വന്റ് ആയിരിക്കും, ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവും. സോ ഫോർ ഇയേഴ്സ് ഇതെല്ലാം കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് പ്രോബ്ലംസ് ആയിട്ടാണ് ഈവൻ ഡോക്ടേഴ്സും കണ്ടിരുന്നത്, അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സ്ലീപ്പ് പ്രോബ്ലം ഒന്നായിട്ട്, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ആസ് എ ഡയറ്റ് ഇഷ്യൂ ആയിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ മൂഡ് ചേഞ്ചസ് വേറൊരു ഇഷ്യൂ, ഹാർട്ട് ഡിസീസ് വേറൊരു ഇഷ്യൂ. പക്ഷെ ഇതിന്റെ എല്ലാം റൂട്ട് കോസ് അണ്ടർലൈൻ ആ ഒരു ഹോർമോണൽ ചേഞ്ച് ആണ്. അതിന്റെ ഇഫക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനെപ്പറ്റി മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് മേക്സ് മോർ സെൻസ്. എൻറ്റയർ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനും പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മെനോപോസും പെരിമെനോപോസും ഉള്ള കാര്യം തന്നെയാണ്. അതിന്റെ ഡിഫറൻസ് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാം. മെനോപോസ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു ദിവസം ആണ്, അല്ലെ, ഒരു സ്ത്രീയുടെ അവസാന മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞിട്ട് ഒരു 12 months കംപ്ലീറ്റ് ആയ ദിവസം, അതാണ് ഒഫീഷ്യലി മെനോപോസ്. സോ ആവറേജ് ഏജ് നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 51 to 52 years ആണ്. ആൻഡ് അതിനു മുമ്പ് ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ട്, ആ ഫേസ് ആണ് പെരിമെനോപോസ്. സോ സാധാരണ അത് 40s സ്റ്റാർട്ട് ചെയ്യുന്നത്, ചില സ്ത്രീകളുടെ അത് 30s, മിഡ് ഓഫ് 30s അല്ലെങ്കിൽ ലേറ്റ് 30s സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫേസ് ഏകദേശം ഒരു 4 to 6 years നീളും, ആ ഒരു പെരിമെനോപോസ് എന്ന് പറയുന്നത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് എല്ലാ സ്ത്രീകൾക്കും പീരീഡ്സ് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ബോഡിയിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്നുള്ളതും, അതുപോലെ ഈ നടക്കുന്നത് പെരിമെനോപോസ് ചേഞ്ച് ആണെന്നും പലർക്കും മനസ്സിലാവില്ല. ഓക്കെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ സ്ലോലി ഇൻസുലിൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല. പെരിമെനോപോസിനെ പറ്റി ഏറ്റവും വലിയ മിസ്കോൺസെപ്ഷൻ ഇതാണ്. ഈസ്ട്രജൻ സ്ലോലി സ്റ്റഡിലി ഡിക്രീസ് ചെയ്യുന്നുള്ളത് എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഡിമ്മർ സ്വിച്ച് പോലെ, ലൈറ്റ് പതുക്കെ കുറയുന്ന പോലെ. പക്ഷെ അത് ആക്ച്വലി അങ്ങനെയല്ല നടക്കുന്നത്. പെരിമെനോപോസിൽ ഈസ്ട്രജൻ ഡിക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്, അത് ഡ്രമാറ്റിക്കലി ഫ്ലക്ച്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ പീക്സ് ഉണ്ടാവും, അല്ലാതെ സഡൻ ഇങ്ങനെ ഒരു ഡിക്ലൈൻ അല്ല ഉണ്ടാവുന്നത്. അതാണ് ഒരു മിസ്കോൺസെപ്ഷൻ. സോ ഡ്രമാറ്റിക്കലി ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഒരാഴ്ചയിൽ ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും, അടുത്ത ആഴ്ചയിൽ ഭയങ്കര ഷാർപ്പ് ലോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു റിപ്പീറ്റഡ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഉള്ളത് കൊണ്ടാണ് പല സിംറ്റംസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് സിംറ്റംസ് പ്രെഡിക്റ്റബിൾ ആവണമെന്നില്ല, അല്ലെ. ഒരു മാസം ചിലപ്പോൾ റിലേറ്റീവ്ലി ഫൈൻ ആയിരിക്കും, അടുത്ത മാസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലീപ്പും നിങ്ങളുടെ മൂഡും പീരിയഡ്സും ഹോട്ട് ഫ്ലാഷസും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. സോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈസ്ട്രജൻ ഒരു റീപ്രൊഡക്റ്റീവ് ഹോർമോൺ മാത്രമല്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അത് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഞങ്ങളുടെ കാര്യത്തിൽ മെൻ ഉള്ള കാര്യങ്ങളിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് പലതിനെയും അഫക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈസ്ട്രജൻ. അതൊരു സിമ്പിൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആയിട്ട് മാത്രമാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഈസ്ട്രജൻ നിങ്ങളുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് എവറി മേജർ സിസ്റ്റത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബോഡി ഫാറ്റ് എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ഈസ്ട്രജൻ ആണ്. ബ്ലഡ് വെസൽസിനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബ്രെയിൻ ഫംഗ്ഷൻ, മെമ്മറി ഫംഗ്ഷൻ, അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെ, ആ ന്യൂറൽ കണക്ഷൻസ് സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബോൺസിനെ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതെല്ലാം ഇൻസുലിൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻസുലിൻ അല്ല, ഈസ്ട്രജൻ. അതുകൊണ്ട് തന്നെയാണ് ഈസ്ട്രജൻ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞതിന് ശേഷം അത് ഡിക്ലൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പീക്സ് ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു പ്രൊട്ടക്റ്റീവ് എഫക്ട് ഗ്രാജുവലി വീക്കൺ ആവും. സോ ഈസ്ട്രജൻ ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈസ്ട്രജൻ നോർമൽ അല്ലാണ്ട് ഇങ്ങനത്തെ ഹൈ ആൻഡ് ലോ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ മൊത്തത്തിൽ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മള് ഇതൊരു 5 ഡിസീസ് ആയിട്ടല്ല കാണേണ്ടത്. അതിന്റെ മെയിൻ കാരണം ഒരു റൂട്ട് കോസ് ആണ്, അത് ഹോർമോണൽ ചേഞ്ച് ആണ്. ആ ഒരു ഹോർമോണൽ ചേഞ്ച് ആണ് മൾട്ടിപ്പിൾ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നതും മൾട്ടിപ്പിൾ സിംറ്റംസ് ഉണ്ടാക്കുന്നതും, അത് നിങ്ങൾ മൾട്ടിപ്പിൾ ഡിസോർഡേഴ്സ് ആയിട്ട് കാണുന്നതും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതും. സോ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നോർമലി ഇൻസുലിൻ ഒരു സ്വിച്ച് പോലെ, അല്ലെങ്കിൽ ഒരു കീ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ബ്ലഡ് സ്ട്രീമിലുള്ള ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഇൻസുലിൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈസ്ട്രജൻ സെല്ലിനെ ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ട് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഈസ്ട്രജൻ നിങ്ങളുടെ ബോഡിയിൽ ഡിക്ലൈൻ ചെയ്യുമ്പോൾ
നമ്മുടെ സെൽസ് ഇൻസുലിനോട് ഗ്രാജുവലി ലെസ് റെസ്പോൺസീവ് ആവും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ പാൻക്രിയാസ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻസുലിൻ റിലീസ് ചെയ്യും. പക്ഷേ സെൽസ് എഫിഷ്യന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പെരിമെനോപോസ് സമയത്ത് പല സ്ത്രീകളിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് മെറ്റബോളിക് പ്രോബ്ലംസ്. അത് ഡെവലപ്പ് ചെയ്യും. ആ മെറ്റബോളിക് പ്രോബ്ലം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫാറ്റ് കൂടും, അബ്ഡോമിനൽ ഫാറ്റ് വരും, ബെല്ലി ഫാറ്റ് വരും, വിസറൽ ഫാറ്റ് വരും. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഏർലി മെനോപോസിൽ ഇൻസുലിൻ ലെവൽസ് കൂടുതലുള്ള സ്ത്രീകൾക്ക് ഹോട്ട് ഫ്ലാഷസ് നേരത്തെ തുടങ്ങാനും കൂടുതൽ കാലം തുടരാനും സാധ്യതയുണ്ടെന്ന് ചില റിസർച്ചസ് കാണിക്കുന്നുണ്ട്. അതെന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ സിംറ്റംസും മെറ്റബോളിസവും കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് അല്ല, അത് രണ്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇൻസുലിൻ റിലേറ്റഡ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് പല കാര്യങ്ങളെയും അഫക്ട് ചെയ്യുന്നു. നോട്ട് ഓൺലി ബോഡി ഫാറ്റ്, നിങ്ങളുടെ ഈവൻ ഇവിടെയൊക്കെ വരുന്ന ബ്ലാക്ക് കളർ വരുന്ന മോൾസ്, ഇങ്ങനെ ടാഗ്സ്, സ്കിൻ ടാഗ്സ്, കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബെല്ലി ഫാറ്റ് ആൻഡ് വിസറൽ ഫാറ്റ്. മെനോപോസിന് മുമ്പ് സ്ത്രീകളിൽ കൂടുതൽ ഫാറ്റ് നമ്മുടെ ഹിപ്പ് ഏരിയയിൽ അല്ലെങ്കിൽ തൈ ഏരിയയിൽ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. ഈസ്ട്രജൻ ഡിക്ലൈൻ ചെയ്യുമ്പോൾ ഫാറ്റ് സ്റ്റോറേജിന്റെ പാറ്റേൺ മാറും. ഞാൻ പറഞ്ഞ നേരത്തെ ഈസ്ട്രജൻ ആണ് അത് എവിടെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ എന്ത് സംഭവിക്കും? ഫാറ്റ് നമ്മുടെ അബ്ഡോമൻ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് അബ്ഡോമൻ ഏരിയയിലും നമുക്ക് ഇന്റേണൽ ഓർഗാൻസ് ഉണ്ട്, അതിന്റെ ചുറ്റും വന്ന് കൂടും. ആ ഡീപ്പ് അബ്ഡോമിനൽ ഫാറ്റിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അബ്ഡോമൻ ഏരിയയിൽ ഇന്റേണൽ ഓർഗൻസിനെ ചുറ്റിയിരിക്കുന്ന ഫാറ്റ് ആണ്. അത് സാധാരണ നമ്മുടെ സ്കിന്നിന്റെ അടിയിലുള്ള ഫാറ്റ് പോലെ അത്ര പാസീവ് ടിഷ്യൂ അല്ല. വിസറൽ ഫാറ്റ് മെറ്റബോളിക്കലി ഭയങ്കര ആക്റ്റീവ് ആണ് എന്ന് മാത്രമല്ല, അത് ഇൻഫ്ലമേറ്ററി കെമിക്കൽസിനെ കണ്ടിന്യൂസ്ലി റിലീസ് ചെയ്യുകയും ചെയ്യും. സോ ഓൾറെഡി നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ വിസറൽ ഫാറ്റ് ഉണ്ടാവുന്നത്. ഈ വിസറൽ ഫാറ്റ് ഇൻഫ്ലമേറ്ററി കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പിന്നെയും കൂട്ടും. അപ്പൊ അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊരു വിഷ്യസ് സൈക്കിൾ ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഫാറ്റ് വരുന്നു, അത് ഓർഗൻസിന്റെ ചുറ്റും വരുന്നു, വിസറൽ ഫാറ്റ് ആകുന്നു, അത് ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു, ഫർദർ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസും വേഴ്സ് ആവും, വിസറൽ ഫാറ്റും വേഴ്സ് ആവും. ഇതൊരു വിഷ്യസ് സൈക്കിൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് വിസറൽ ഫാറ്റ്, ഇൻഫ്ലമേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, പിന്നെയും വിസറൽ ഫാറ്റ്, ഇൻഫ്ലമേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് ഞാൻ മുമ്പത്തെ പോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്, പക്ഷേ ഫാറ്റ് ഇപ്പോഴും ഭയങ്കര സഡൻലി കൂടുന്നുണ്ട് അല്ലെ. സോ അത് കലറി കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഹോർമോണൽ മെറ്റബോളിക് ട്രാൻസിഷൻ കൂടിയാണ്. പ്രോപ്പർ മെറ്റബോളിസം ഇല്ല ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അല്ലെ. അതുപോലെ തന്നെ വിസറൽ ഫാറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. സോ അതൊരു ഹോർമോണൽ മെറ്റബോളിക് ട്രാൻസിഷൻ എന്ന് നമുക്ക് പറയാം. മൂന്നാമത് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് മസിൽ ലോസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. മസിൽ മെറ്റബോളിസം ഒരു ഹ്യൂജ് റോൾ, നമ്മളുടെ മസിൽസ് നമ്മളുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയിലും ഒരു വലിയ ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. മസിൽ ആക്ച്വലി ഗ്ലൂക്കോസിന് എഫിഷ്യന്റ്ലി യൂസ് ചെയ്യും നമ്മളുടെ മസിൽസ്. സോ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. നല്ല ഒരു മസ്കുലർ ബോഡിയാണ് മസിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് മസിൽസ് എന്തായാലും വേണം. സോ ഈസ്ട്രജൻ ഡിക്ലൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസും ആക്സിലറേറ്റ് ചെയ്യും. സോ മസിൽസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് കൺട്രോൾ അത് വേഴ്സൺ ആവും, മെറ്റബോളിസം സ്ലോ ആവും, ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, ഫാറ്റ് സ്റ്റോറേജ് കൂടുതലാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ നിങ്ങൾ എന്തായാലും സ്ട്രെങ്ത് ട്രെയിനിങ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. സോ ഗോൾ നിങ്ങൾ സിംപ്ലി തിന്നാവുക എന്നുള്ളതല്ല, മസിൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നാലാമത്തെ ഏരിയ നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത്. മെനോപോസിന് മുമ്പ് ലേഡീസിനേക്കാൾ ആക്ച്വലി ആണുങ്ങളെക്കാൾ ലേഡീസിനാണ് ഹാർട്ട് ഡിസീസ് റിസ്ക് ഭയങ്കര കുറവായിരിക്കും, നല്ലതായിരിക്കും. കാരണം എന്താ? ഈസ്ട്രജൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റീവ് റോൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ബ്ലഡ് വെസൽസ് കുറെ കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആണുങ്ങളെക്കാളും കുറവാണ് പെണ്ണുങ്ങൾ ഈ ഒരു 50s താഴെ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ ഹെൽത്തി കൊളസ്ട്രോൾ പ്രൊഫൈലിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽസിനെ ഫ്ലെക്സിബിൾ ആയിട്ട് നിലനിർത്തുന്നുണ്ട്. ഇതെല്ലാം ഈസ്ട്രജൻ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് റോളാണ്. പക്ഷേ ഈസ്ട്രജൻ ഡിക്ലൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഇങ്ങനെ ഷാർപ്പ് സ്പൈക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ഒരു പ്രൊട്ടക്ഷൻ ഗ്രാജുവലി കുറയും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ സിറ്റുവേഷനും വേഴ്സൺ ആവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു സൈഡിൽ ഡെവലപ്പ് ആവുന്നു, കൊളസ്ട്രോൾ വേഴ്സൺ ആവുന്നു, ബ്ലഡ് പ്രഷറിന് റൈസ് ചെയ്യാൻ കാരണമാവും, അതുപോലെ വിസറൽ ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇതെല്ലാം ചേർന്നിട്ട് ഒരുമിച്ച് കാർഡിയോവാസ്കുലർ റിസ്ക് കൂട്ടും. അതുകൊണ്ടാണ് പെരിമെനോപോസ് സിംപ്ലി പീരീഡ്സിന്റെ ഒരു ചേഞ്ച് മാത്രമല്ല, കാർഡിയോവാസ്കുലർ ഹെൽത്തിന്റെ ഒരു മേജർ ട്രാൻസിഷൻ പീരീഡ് കൂടിയാണ്. സോ അവിടെ നിങ്ങളുടെ ആ ഒരു കാർഡിയോവാസ്കുലർ ഹെൽത്ത് കൂടെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഫോം. പല സ്ത്രീകളും ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്നതാണ്. ചില വേർഡ്സുകൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും, പേരുകൾ ഓർത്തിരിക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും, ചില സാധനങ്ങൾ മിസ്പ്ലേസ് ചെയ്യും,
കോൺസെൻട്രേഷൻ റെഡ്യൂസ് ആവും അല്ലെ, തിങ്കിങ് സ്ലോ ആയതുപോലെ ഫീൽ ചെയ്യും. നാച്ചുറലി ഇതൊക്കെ വരുമ്പോൾ തന്നെ നമ്മളൊന്ന് പേടിച്ചു പോകും, എന്താണ് എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് ഡിപ്നേഷ്യ അല്ലെങ്കിൽ അംനേഷ്യ അങ്ങനെ എന്തെങ്കിലും വരാണോ അല്ലെ. പക്ഷെ മെജോറിറ്റി ഓഫ് വുമനിൽ അതല്ല നടക്കുന്നത്. ഈസ്ട്രജൻ ബ്രെയിൻ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് പ്രധാന വേ കൂടിയാണ്. ഞാൻ പറഞ്ഞു ഈസ്ട്രജൻ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ബ്രെയിൻ ഫംഗ്ഷൻ ആണ്. ഇവിടെ ആ സ്പൈക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ടെമ്പററി ആണ്, അതൊരു ഹാപ്പി ന്യൂസ് ആണ്. രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്ന് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അസറ്റൈൽ കൊലൈൻ എന്ന് പറഞ്ഞിട്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത് ബ്രെയിനിനെ ഗ്ലൂക്കോസ് എഫിഷ്യന്റ്ലി യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ഈസ്ട്രജൻ ഇങ്ങനെ ഡീപ്പ് ഹയർ ലെവലിൽ അല്ലെങ്കിൽ ലോവർ ലെവലിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ് എഫിഷ്യൻസി കുറയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബ്രെയിൻ ഫോഗ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തിങ്കിങ് സ്ലോവർ ആവുന്നത്, അല്ലെങ്കിൽ മെമ്മറി ഡിഫിക്കൽട്ട് എല്ലാം ഡെവലപ്പ് ആവുന്നത്. സോ ഇവിടെ ഗുഡ് ന്യൂസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെമ്പററി ആണ്. കാരണം നിങ്ങളുടെ പെരിമെനോപോസ് കഴിഞ്ഞിട്ട് ബ്രെയിൻ ഫോഗ് കൂടുതൽ നോട്ടീസബിൾ ആയേക്കാം, പക്ഷെ ആ ഒരു സമയത്ത്. പക്ഷെ നിങ്ങളുടെ മെനോപോസ് കഴിഞ്ഞ് ആ നമ്മുടെ ഹോർമോണൽ ലെവൽസ് എല്ലാം സ്റ്റേബിൾ ആകുമ്പോൾ ഇത് ഗ്രാജുവലി ഇംപ്രൂവ് ആവുന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ഇതാണ് ഞാൻ വായിച്ചിട്ടുള്ളതും എനിക്ക് മനസ്സിലായിട്ടുള്ളതും. സോ അതൊരു ടെമ്പററി പ്രോബ്ലം ആണ്, ആ ഒരു സമയത്തുള്ളൊരു പ്രോബ്ലം ആണ്. വൺസ് ഹോർമോണൽ ബാലൻസിങ് ആയി കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. ഇനി അടുത്തത് സ്ലീപ്പ് എന്തുകൊണ്ട് മോശമാകുന്നു? പെരിമെനോപോസിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വളരെ കോമൺ ആണ്. നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടാവും, ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ഫ്രീക്വന്റ് അവേക്കനിങ് ഉണ്ടാവും അല്ലെ. പുവർ സ്ലീപ്പ് ഇറ്റ് സെൽഫ് ഇസ് അനദർ വിഷ്യസ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യും. സ്ലീപ്പ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അഗെയിൻ മെറ്റബോളിസം ഇഷ്യൂ വരും. അത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, പിന്നെയും വിസറൽ ഫാറ്റ് വരും. ഇതെല്ലാം കൂടി അഗെയിൻ ഒരു വിഷ്യസ് സൈക്കിൾ ആവും. ഈവൻ ഫ്യൂ നൈറ്റ്സ് ഓഫ് പുവർ സ്ലീപ്പ് അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗറിന് റെഗുലേഷൻ വേഴ്സൺ ചെയ്യും. അബ്ഡോമിനൽ ഫാറ്റ് അക്യുമുലേഷൻ കൂടാനായിട്ട് അത് പിന്നെയും ഈസിയർ ആക്കും. ഫറ്റീഗ് ഫീൽ ചെയ്യും, ബ്രെയിൻ ഫോഗ് വേഴ്സൺ ആവും, അതുപോലെ മൂഡ് ഇൻസ്റ്റബിലിറ്റി കൂടും. അങ്ങനെ വീണ്ടും സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. സോ ഏറ്റവും നമുക്ക് വേണ്ടത് ആക്ച്വലി നല്ല സ്ലീപ്പാണ്. പുവർ സ്ലീപ്പ് മെറ്റബോളിസത്തിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും, മെറ്റബോളിക് ചേഞ്ചസ് സ്ലീപ്പിനെയും അഫക്ട് ചെയ്യും. എവറിത്തിങ് ഇസ് ഇന്റർ കണക്റ്റഡ്. ഇനി എന്താണ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഇനി പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡ് ചെയ്യുക, മസിൽസ് പ്രിസർവ് ചെയ്യുക. സോ സ്ട്രെങ്ത് ട്രെയിനിങ് ഈ സ്റ്റേജിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻസിൽ ഒന്നാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മെറ്റബോളിസത്തിന് അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. മെറ്റബോളിസം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പല രീതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ രീതിയിലും അത് ആക്ച്വലി സപ്പോർട്ട് ചെയ്യാം. അബ്ഡോമിനൽ ഫാറ്റ് ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യും, ലീൻ മസിലിനെ പ്രിസർവ് ചെയ്യാൻ സഹായിക്കും. സോ മസിൽ ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ആഴ്ചയിൽ ഒരു 2 ദിവസം പ്രോപ്പർ റെസിസ്റ്റൻസ് ട്രെയിനിങ് സെഷൻ ചെയ്താൽ പോലും നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ബെസ്റ്റ് കേസ് നിങ്ങൾക്ക് 3 സെഷൻസ് പറ്റി കഴിഞ്ഞാൽ 3 to 4 സെഷൻ ഇസ് ബെസ്റ്റ്, ബട്ട് അറ്റ്ലീസ്റ്റ് 2. അതിൽ ലെഗ് ചെയ്യണം, ബാക്ക് ചെയ്യണം, ചെസ്റ്റ്, സ്ട്രോങ് മസിൽസ്, ആ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ആൻഡ് ടെൽ യുവർ ബോഡി ഇത് ഇമ്പോർട്ടന്റ് മസിൽസ് ആണ്, എനിക്കത് ആവശ്യമുണ്ട്, പ്രൊട്ടക്ട് ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഇൻഡിക്കേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്ത് വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മസിൽ ലോസ് ആയിരിക്കും കൂടുതൽ സംഭവിക്കുന്നത്. സോ അവിടെ പിന്നെയും മെറ്റബോളിസത്തിന് അഫക്ട് ചെയ്യും, പിന്നെയും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, പിന്നെയും വിസറൽ ഫാറ്റ് വരും, പിന്നെയും ആ വിഷ്യസ് സൈക്കിൾ വരും. സോ മസിൽ പ്രിസർവേഷൻ, മസിൽ ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അഡിക്വേറ്റ് പ്രോട്ടീൻ വേണം. മസിൽ ലോസ് ആക്സിലറേറ്റ് ചെയ്യുന്ന ഫേസ് ആണ് ഇതല്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണം? പ്രോട്ടീൻ ഇൻടേക്ക് ഇമ്പോർട്ടന്റ് ആണ്. വെയിറ്റ് ട്രെയിനിങ്ങിന്റെ കൂടെ തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് ഭയങ്കര കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് എഗ് കഴിക്കാം, ഫിഷ് കഴിക്കാം, ചിക്കൻ, മീറ്റ്, ഗ്രീക്ക് യോഗർട്ട്, ബീൻസ്, ടോഫു. ഓരോ മീലിലും നിങ്ങൾ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. അത് മസിൽ പ്രിസർവേഷനെ സഹായിക്കും, മസിൽ ബിൽഡിങ്ങിനെ സഹായിക്കും. അതുപോലെ ബ്ലഡ് ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഇംപ്രൂവ് ചെയ്യുക. ഷുഗറി ഡ്രിങ്ക്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. അല്ലെങ്കിൽ ബാലൻസ്ഡ് മീൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ആ ഒരു കോൺസ്റ്റന്റ് സ്നാക്കിംഗ്, ആ ഒരു അർജ്, അതൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോട്ടീൻ കഴിക്കുക, ഫൈബർ കഴിക്കുക, ഹെൽത്തി ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന മീൽസ്. അത് നമ്മുടെ ഇൻസുലിൻ സിസ്റ്റത്തിലുള്ള ഒരു പ്രഷറും കുറയ്ക്കും. സോ ഗോൾ നമ്മളുടെ ഒരു എക്സ്ട്രീം ഡയറ്റ് ഒന്നും വേണമെന്നില്ല, പക്ഷെ മെറ്റബോളിക് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ഫുഡ്, ബ്ലഡ് ഷുഗർ നിങ്ങൾ കൺട്രോൾ ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ഗുഡ് സ്ലീപ്പ്, അത് ഏറ്റവും ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് ലക്ഷറി അല്ല, മെറ്റബോളിക് ട്രീറ്റ്മെന്റിന്റെ ഒരു പാർട്ടാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റെഗുലർ സ്ലീപ്പ് സ്കെഡ്യൂൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെ കുറയും. ഇപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്യാം 10 o'clock ഞാൻ ഓർമ്മ, അറ്റ്ലീസ്റ്റ് യു സ്റ്റാർട്ട് സ്ലീപ്പിംഗ് അറ്റ് 10 o'clock ആൻഡ് വേക്ക് അപ്പ് അറ്റ് 6 whatever. സോ ആ ഒരു സ്കെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെയൊക്കെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ബെഡ് ടൈമിന് മുമ്പ് സ്ക്രീൻ എക്സ്പോഷർ ഭയങ്കരമായിട്ട് കുറയ്ക്കുക. ഒരു നല്ലൊരു കൂൾ ആയിട്ടുള്ള റൂം അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റും. കഫെയിൻ ടൈമിംഗ്, കഫെയിൻ എടുക്കാതിരിക്കുക ഒരു 6 hours. നൈറ്റ് സ്വെറ്റ് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഇവാലുവേഷൻ കൺസിഡർ ചെയ്യണം. അതുപോലെ ബെറ്റർ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആണ്, ബെറ്റർ ഫോക്കസ്, ബെറ്റർ ബ്രെയിൻ ഫംഗ്ഷൻ, ബെറ്റർ മൂഡ് എല്ലാം സോൾവ് ചെയ്യും. ഒരു നല്ല രീതിയിൽ ഉറങ്ങാൻ നോക്കുക.
സി ജിം മാത്രമല്ല, മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്? അതായത് ഈവൻ ജിം മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, ഈവൻ സിമ്പിൾ വാക്കിംഗ് ഇഫ് യു ക്യാൻ ഡു, അത് അത്രയും പവർഫുൾ ആണ്. നിങ്ങളുടെ ഒരു മീൽ കഴിഞ്ഞ ഒരു 10-30 മിനിറ്റ്സ് നടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മസിൽസ് എങ്ങനെ ഗ്ലൂക്കോസ് യൂസ് ചെയ്യുന്നുള്ളത് പ്രോപ്പർ ആയിട്ട് അത് സഹായിക്കും. പോസ്റ്റ് മീൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഡെയിലി മൂവ്മെന്റ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വിസറൽ ഫാറ്റിനെയും കുറയ്ക്കും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ ഇംപ്രൂവ് ചെയ്യും. വിസറൽ ഫാറ്റ് കുറഞ്ഞാൽ ഇൻസുലിൻ സെൻസിറ്റീവ് ഇംപ്രൂവ് ചെയ്യും. മെറ്റബോളിസം ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ആവും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ ഹോർമോൺ തെറാപ്പി ഉണ്ട്, അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടേഴ്സ് ആയിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസിൽ നിങ്ങൾ അത് കുറെ കാര്യങ്ങൾ നോക്കണം. നിങ്ങളുടെ കാർഡിയോവാസ്കുലർ ഹിസ്റ്ററി, ക്ലോട്ടിംഗ് റിസ്ക്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്, അല്ലെങ്കിൽ പേഴ്സണൽ ഹിസ്റ്ററി, മൈഗ്രെയിൻ, യൂട്രസ് സ്റ്റേറ്റസ്, ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങളൊരു പ്രോപ്പർ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കണ്ടിട്ട് വേണം നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത്. അത് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ഞാൻ ഇംഗ്ലീഷ് വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പെരിമെനോപോസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അല്ല, അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് ആക്ച്വലി ഒരു നമ്മുടെ മേജർ പോയിന്റ് ഇതാണ്. ഒരു സിംപ്ലി ഏജിങ് ആണെന്ന് വിചാരിക്കേണ്ട, ഒരു പ്രോബ്ലം അല്ല. ഇറ്റ്സ് എ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി. ആ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് അതുണ്ടാവും, അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് അക്യുമുലേഷൻ, അല്ലെങ്കിൽ ആ മസിൽ ലോസ്, അല്ലെങ്കിൽ ആ ബോൺ ലോസ്, അല്ലെങ്കിൽ ആ ഒരു കാർഡിയോ വാസ്കുലർ റിസ്ക്, ഇതെല്ലാം ഏർലി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ അത് പ്രോപ്പർ ആയിട്ട് ഇന്റർവെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സൂപ്പറായി. സോ ഇയേഴ്സ് കഴിഞ്ഞ് പ്രോബ്ലംസ് സിവിയർ ആയ ശേഷം അഡ്രസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആണ് ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ നിങ്ങൾ അത് മനസ്സിലാക്കി ആ ഒരു ആക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരിമെനോപോസിനെ ഡിക്ലൈനിങ്ങിന്റെ ബിഗിനിങ് ആയിട്ട് കാണേണ്ടതില്ല, അല്ലെ? അത് നിങ്ങൾ what I would say is instead you can consider this as a new biological phase where if you can understand this, that gives you control. So നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ poor sleep, brain fog, belly fat, abdominal fat, mood changes, muscle loss, hot flashes, rising heart risk, metabolic changes, ഇതെല്ലാം completely separate problem അല്ല. ഇതെല്ലാം different branches of the same tree. റൂട്ട് ഹോർമോണൽ ആൻഡ് മെറ്റബോളിക് ട്രാൻസിഷൻ ആണ് റൂട്ട് കോസ്. സോ റൂട്ട് കോസ് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ഓരോ സിംറ്റംസ് സെപ്പറേറ്റ്ലി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബോഡീനെ ഒരു ഹോൾ സിസ്റ്റം ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുക, ബെറ്റർ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക, ഉറങ്ങുക നന്നായിട്ട്, റെഗുലർ മൂവ്മെന്റ് ഉണ്ടാക്കുക, മെഡിക്കൽ ഇവാലുവേഷൻ ചെയ്യാം. അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹോർമോണൽ തെറാപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇതെല്ലാം ചേർത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പെരിമെനോപോസ് ബോഡി ഫെയിൽ ആവുന്ന ഒരു സിറ്റുവേഷൻ അല്ല, ബോഡി മാറുന്ന ഒരു സമയമാണ്. ആ ഒരു മാറ്റത്തിന്റെ ബയോളജി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ഡിസിഷൻ എടുക്കാം, ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഹോൾ ട്രാൻസിഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാനും പറ്റും. സോ ദാറ്റ് മേക്സ് മോർ സെൻസ് ഓൾസോ. So see you in the next video. If you want നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ 1-to-1 സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യുക and connect with me. See you there.